ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നത് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദത്തെക്കുറിച്ചാണ്. 1896 ജനിച്ച് 1934 അന്തരിച്ച വിഗോട്സ്കി എന്ന പണ്ഡിതനാണ് ജ്ഞാന നിർമ്മിതി വാദം എന്ന ഒരു താത്വികമായ വിശകലനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജ്ഞാന നിർമ്മിതി വാദം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും ആർജിക്കുന്ന അറിവ്, സംസ്കാരം എന്നിവയ്ക്കാണ് അദ്ദേഹം ജ്ഞാന നിർമ്മിതി വാദം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഈ ജ്ഞാന നിർമ്മിതി വാദം ഓരോരുത്തരും അവരവരുടെ പരിസരങ്ങളിൽ നിന്ന്, അവരവർ ജീവിച്ചു വളരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന അറിവുകൾ, അതിലൂടെയാണ് മനുഷ്യൻ്റെ അറിവ് വികസിക്കപ്പെടുന്നത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ ഇത്തരം പരിസരങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു എന്നാണ് വിഗോട്സ്കി കണ്ടെത്തുന്ന വളരെ സുപ്രധാനമായ ആശയം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാദത്തെ സാമൂഹിക സാംസ്കാരിക വാദം സിദ്ധാന്തം എന്ന പേരിലും അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്തത്തിന് അഥവാ ജ്ഞാന നിർമ്മിതി വാദത്തിന് മറ്റൊരു പേര് കൂടി നൽകപ്പെട്ടിട്ടുണ്ട്. സോഷ്യോ കൾച്ചറൽ തിയറി എന്നാണ്. അതായത് സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം. ഇതിന് വ്യത്യസ്ത മണ്ഡലങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് സ്വയമേവ എത്തിച്ചേരാൻ പറ്റുന്ന മണ്ഡലം, അതേപോലെ തന്നെ സമീപസ്ഥ മണ്ഡലം, മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി എത്തിച്ചേരാൻ കഴിയുന്ന മണ്ഡലം. ഇങ്ങനെ വ്യത്യസ്തമായ ലെവലുകൾ ഈ ഒരു സിദ്ധാന്തത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മറ്റുള്ള സഹോദരങ്ങൾ നിങ്ങളോട് സംസാരിക്കും. നമുക്കൊന്ന് കേൾക്കാം. എന്നാണ് പ്രഗത്ഭനായ തത്വചിന്തകൻ, ജ്ഞാന നിർമ്മിതിയിലെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വിഗോട്സ്കിയുടെ ആശയം തന്നെ. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. ഒരാൾ വ്യാപൃതമാവുന്ന നിരന്തര സംഭവങ്ങൾ, അവ ഉൾക്കൊള്ളുന്ന സാമൂഹിക സാഹചര്യം, സ്ഥാപനങ്ങൾ അഥവാ സ്ഥാപനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബം അല്ലെങ്കിൽ വിദ്യാലയം അല്ലെങ്കിൽ ജോലിസ്ഥലം. ഈ സ്ഥാപനങ്ങളുടെ സാംസ്കാരിക അടിത്തറ ആ വ്യക്തിയുടെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. മറ്റു ജീവികളെപ്പോലെയല്ല മനുഷ്യൻ. മുൻ തലമുറകളുടെ ഇടപെടലിലൂടെ രൂപപ്പെട്ട സാമൂഹിക പരിസ്ഥിതിയിലേക്കാണ് മനുഷ്യൻ ജനിക്കുന്നത്. സാമൂഹിക ബന്ധങ്ങൾ, സാംസ്കാരിക പാരമ്പര്യം, ചരിത്രം, ഭാഷ ഇവയൊക്കെ മനുഷ്യനെ ബുദ്ധിപരമായിട്ട് കഴിവുള്ളവനാക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. വിഗോട്സ്കിയുടെ സുപ്രധാനമായ മറ്റൊരാശയമാണ് സമീപാവസ്ഥ വികസന മണ്ഡലം എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ZPD എന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ്. ഓരോരുത്തർക്കും സ്വന്തമായി ചെയ്യാവുന്ന ഒരു നിലയുണ്ട്. അതോടൊപ്പം മറ്റുള്ളവരുടെ സഹായത്തോടെ ചെയ്യാവുന്ന ഉയർന്ന നിലയും ഉണ്ട്. ഈ രണ്ട് നിലയ്ക്കും ഇടയിലുള്ള മണ്ഡലത്തെയാണ് ZPD എന്നതുകൊണ്ട് വിഗോട്സ്കി എന്ന് പറയുന്ന തത്വചിന്തകൻ വിവക്ഷിക്കുന്നത്. അദ്ദേഹം ജ്ഞാന നിർമ്മിതിയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത പ്രഗത്ഭനായ തത്വചിന്തകനാണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവായ ഈ ഒരു ആശയത്തിൻ്റെ ഉടമയായ വിഗോട്സ്കിയുടെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ വളർച്ചയിൽ, ഭൗതികമായ വൈജ്ഞാനിക വളർച്ചയിൽ വലിയ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ മുമ്പ് സംസാരിച്ച പലരും അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ ആശയതലങ്ങളെക്കുറിച്ച്, വൈജ്ഞാനിക മണ്ഡലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടായി. അത്തരം ആശയങ്ങൾ നമുക്ക് പ്രധാനമായും ഇങ്ങനെ ക്രോഡീകരിക്കാൻ സാധിക്കും. ഒരു കുട്ടിയുടെ വൈജ്ഞാനിക വളർച്ചയിൽ, വിദ്യാഭ്യാസ പുരോഗതിയിൽ, ജ്ഞാന നിർമ്മിതിയിൽ അവൻ വളരുന്ന ചുറ്റുപാടുകൾക്ക്, രക്ഷിതാക്കൾക്ക്, സമൂഹത്തിന് മുഖ്യ പങ്ക് നിർവഹിക്കാനുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് അതിലൂടെ നമുക്ക് സ്വായത്തമാക്കാനുള്ളത്. രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം അധ്യാപകർക്കുടെ സ്കഫോൾഡിംഗ്, കൈത്താങ്ങുകൾ
അവരുടെ സഹായങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ വളർച്ചയിൽ ഭൗതികമായ വികാസത്തിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾ അവരുടേതായ അറിവുകൾ കണ്ടെത്തുകയാണ്. അറിവുകൾ കണ്ടെത്തുന്ന വിഷയത്തിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നല്ലൊരു സഹായം വിദ്യാർത്ഥികൾക്ക് ലഭിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അദ്ദേഹം നമ്മളുമായി പങ്കുവെക്കുന്നത്. പഠനം ഏറ്റവും സജീവമായ ഒരു സാമൂഹിക പ്രക്രിയയാണെന്നുള്ള വിഗോട്സ്കിയുടെ ആ ഒരു ആശയം ഇന്ന് ലോകപ്രസിദ്ധമാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ ലോകത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ മാനസികമായ വളർച്ചയിൽ, സമഗ്രമായ മേഖലയിൽ വലിയ ഒരു പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പഠന സംവിധാനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ, അദ്ദേഹം നമുക്ക് നൽകിയ വൈജ്ഞാനിക തലങ്ങൾ, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കണമെന്നതാണ് എല്ലാവരോടും ഉറപ്പെടുത്താനുള്ളത്. ഓരോ കുട്ടിയുടെയും സർവോത്മകമായ വികസനത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് കുട്ടി സ്വയം ചിന്താശേഷികൾ ഉള്ളതാവുകയും അവൻ പഠനത്തിൽ മിടുക്കനാവുകയും അവന്റെ കഴിവുകൾ വികസിപ്പിച്ചെടുത്തുകൊണ്ട് അവൻ ഉന്നതങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. മറ്റൊന്ന്, അവന് താങ്ങായി തണലായ അധ്യാപകൻ, പൊതുസമൂഹം അവന്റെ കൂടെ ഉണ്ടാവുകയും അവന്റെ ചിന്തകളെ വളർത്തിയെടുക്കുകയും അവന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമ്പോഴാണ് കുട്ടികൾ ഉയർന്ന നിലയിലേക്ക് എത്താൻ കഴിയുന്നത്. ഓരോ കുട്ടിക്കും അവൻ്റെതായ വളർച്ചയിൽ അധ്യാപകർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനും അധ്യാപകരുമായി പൊതുസമൂഹവുമായി സംവാദങ്ങൾ ഏർപ്പെട്ടുകൊണ്ടും സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ടും അവന് ഉന്നതങ്ങളിൽ എത്താൻ കഴിയുമെന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അവൻ്റെ ജന്മനായുള്ള കഴിവുകൾ അത് വികസിപ്പിച്ചെടുക്കാൻ അധ്യാപകന്റെ പരിശീലനം, അധ്യാപകന്റെ സഹായവും പൊതുസമൂഹത്തിൻ്റെയും രക്ഷിതാവിൻ്റെയും സഹായവും അത്യന്താപേക്ഷിതമാണ്. അതാണ് അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്ന, പൊതുസമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യേണ്ട പ്രധാനപ്പെട്ട കടമകൾ. വളരെ പ്രശസ്തനായ തത്വചിന്തകൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, നമുക്കറിയാം ഒരുപാട് വിദ്യാഭ്യാസ വിദഗ്ധന്മാരുണ്ട്. അരിസ്റ്റോട്ടിൽ, സ്വാമി വിവേകാനന്ദൻ, അതുപോലെ നിരവധി പേർ. അക്കൂട്ടത്തിൽ അറിയപ്പെടുന്ന ചിന്തകൻ ബ്രൂണർ നമ്മുടെ മുന്നിലെത്തുന്ന കുട്ടികളെ നാം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നത് 4 പോയിന്റിലൂടെ ഊന്നി പറയുന്നുണ്ട്. അതിലൊന്ന്, വിദ്യാഭ്യാസ സാഹചര്യം അവർക്ക് നന്നായിട്ട് ഒരുക്കി കൊടുക്കണം. മറ്റൊന്ന്, കുട്ടിക്ക് അനായാസം വിജ്ഞാനം സ്വായത്തമാക്കാൻ സാധിക്കണം. മൂന്നാമതായി പറയുന്നത്, ഏറ്റവും ഫലപ്രദമായ ക്രമത്തിൽ അവതരിപ്പിക്കണം. ക്രമത്തിലായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം. മറ്റൊന്ന്, 4ാമതായിട്ട് അനുയോജ്യമായ സമ്മാനങ്ങൾ നൽകി ആദരിക്കണം. അതിൽ അവസാനമായി പറഞ്ഞ നാം ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളെ നാം അംഗീകരിക്കണം എന്നുള്ളത്. കുട്ടിയുടെ കഴിവുകൾ നാം അംഗീകരിക്കുന്നതിന് പലവിധ സംവിധാനങ്ങളുണ്ട്. സമ്മാനങ്ങൾ കൊടുത്തും അവരെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിച്ചും, ഏറ്റവും ചുരുക്കത് ഒരു ലൈക്ക് എന്ന രീതിയിൽ, ഇന്നത്തെ ആധുനികത്തിൽ പറഞ്ഞ ലൈക്കെന്നും കൊടുത്തിട്ട് അവരെ നാം സന്തോഷിപ്പിക്കണം. അപ്പോൾ കുട്ടികളുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബ്രൂണെ വീണ്ടും പറയുകയാണ്, നാം അധ്യാപകരായിട്ട് അവരുടെ മുന്നിലെത്തുമ്പോൾ കേവലം ഒരു പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. അവരെ നാം പഠിപ്പിക്കുന്നതോടൊപ്പം അവരുടെ കൂടെ ഒരാളായി മാറണം. നമ്മൾ ഉത്തരവാദിത്വം മാത്രം നിർവഹിച്ച് നാം 3/4 മണിക്കൂർ തിരിച്ചു വന്നാൽ നമ്മുടെ വിദ്യാഭ്യാസം അവിടെ ഫലം കാണുന്നില്ല. പകരം നാം അവരിൽ ഒരാളായി മാറിക്കൊണ്ട് കുട്ടികൾക്ക് എന്താവശ്യമാണോ നേടിക്കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് നാം അവരിൽ ഒരാളായി മാറാൻ നമുക്ക് സാധിക്കണമെന്നാണ് ബ്രൂണർ എന്ന തത്വചിന്തകൻ നമ്മോട് പറയുന്നത്. സാമൂഹിക ജ്ഞാന നിർമ്മിതിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠിക്കുന്നു എന്നതിനോടൊപ്പം എങ്ങനെ പഠിക്കുന്നു എന്ന ഒരു മഹത്തായ
പഠന പ്രക്രിയയായിട്ടാണ് അതിനെ കാണുന്നത്. അറിവിൻ്റെ നിർമ്മിതി എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. ബോധനത്തിനല്ല, യഥാർത്ഥത്തിൽ പഠനത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത്. കുട്ടിയുടെ സ്വത്വവും മുൻകൈയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹത്തായ ഒരു ജ്ഞാന നിർമ്മിതി, ഒരു ഉൽപാദനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അറിവിൻ്റെ ഉൽപാദന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികളുടെ ചിന്താ രീതികളെയും മനോഭാവത്തെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് കണ്ടും കൊടുത്തും കേട്ടും ഒക്കെ ആ ഒരു ബുദ്ധിപരമായ, ചിന്താപരമായ, മാനസികപരമായ, ആരോഗ്യകരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വളരെ അധികം ഉതകുന്ന ഒരു സാമൂഹിക ജ്ഞാന നിർമ്മാണ പ്രക്രിയ. അത് വളരെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. പഠന സന്ദർഭങ്ങൾക്ക് ഈ കാഴ്ചപ്പാട് വളരെയധികം പ്രാധാന്യം നൽകുന്നു. യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നതിന് കഴിയുന്നത്ര അവസരമൊരുക്കുന്ന ഒരു സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പുതിയ അറിവ് സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. അറിവ് സൃഷ്ടിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ. അറിവ് പഠിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്ന് വായിച്ചും മനഃപ്പാഠമാക്കിയിട്ടൊക്കെ ആ പഠനത്തിന് അപ്പുറത്ത് ഒരു അറിവിൻ്റെ ഉൽപാദന പ്രക്രിയ സ്വായത്തമാകുകയാണ് ഇവിടെ. അറിവിൻ്റെ ഉപഭോക്താവ് എന്നതിനപ്പുറം എന്നതിനപ്പുറം അറിവിൻ്റെ ഉപഭോക്താവ് എന്നതിന് പകരം അറിവിൻ്റെ ഉൽപാദകനായും ഗവേഷകനായിട്ടും പഠിതാവിനെ കാണുന്നു എന്നുള്ളതാണ്. വ്യക്തിഗതമായ മത്സരത്തെ പ്രോത്സാഹിപ്പിക്കാത്തതും സാമൂഹികമായ കൊടുക്കൽ വാങ്ങലിലൂടെ കൂട്ടായി അറിവ് നിർമ്മിക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ആ ഒരു പഠനം സംജാതമാകുന്നു എന്നതാണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിന് ഉള്ളത് നാളെ അവരുടേതായ ലോകം സൃഷ്ടിക്കും.